ഹായ് ഗൈസ്, ദിസ് ഈസ് ലീ ഫ്ലെയർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞു വീഡിയോ ചെയ്യാം അല്ലേ. ഇന്ന് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കേട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് ഓവർ എക്സ്പെക്റ്റ് ചെയ്ത വീഡിയോ ഒന്നും കാണരുത്. ഇതൊരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീയാണ്. ഇന്ത്യയിൽ നിന്ന് UK ഷിഫ്റ്റ് ആയതിനു ശേഷം എൻ്റെ കയ്യിൽ എന്തൊക്കെയാണോ പ്രൊഡക്ട്സ് ഉള്ളത് അതൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് 2 പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് ടെമ്പിൾ വിസിറ്റ്, പിന്നെ പബ്ബ്. സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആകെ ലീവുള്ളത് അപ്പോഴേക്കല്ലേ ഉണ്ടാവുള്ളൂ. എനിക്കല്ല കേട്ടോ, ഹസ്ബൻഡിന്. പിന്നെ ഇന്ന് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ 2 ആൾക്കാരും കൂടെ ഉണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 4 ആളും കൂടിയാണ് ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, കുറച്ച് നന്നായിട്ട് തന്നെ പോകാമെന്നങ്ങ് വിചാരിച്ചു. ഞാൻ പിന്നെ ഒരുപാട് പ്രൊഡക്റ്റൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ലിപ് ബാം ഉപയോഗിക്കും, ലിപ്സ്റ്റിക്ക്, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെന്താ ഒരു ഫൗണ്ടേഷൻ. പിന്നെ ഇത് എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല. കുറച്ച് നല്ലോണം ഒരുങ്ങിയിട്ട് പുറത്തൊക്കെ പോകാൻ തോന്നുമ്പോൾ അത്യാവശ്യം എനിക്ക് എന്നെ തന്നെ ഒരുങ്ങിയിട്ട് കാണാൻ തോന്നാറുണ്ട്. ആ സമയങ്ങൾക്ക് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇന്നിട്ട് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഉണ്ണിയേട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വാങ്ങി തന്ന ഡ്രസ്സാണ് അത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കണ്ണ് കണ്ടിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. എൻ്റെ കണ്ണിൽ ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെൻസ് വെക്കുന്നത്. പിന്നെ അത് വെറുതെ വെച്ചതല്ല, അത് പവർ ലെൻസാണ്. കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ലെൻസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കമ്മലൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല. എന്നാലേ അതൊരു കംപ്ലീറ്റ് ലുക്കാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് പെൺപിള്ളേർക്കുള്ളതാണല്ലോ, കണ്ണാടി കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ലായ്മ. പിന്നെ സമയം കുറച്ചുകൂടെ ബാക്കിയുണ്ട്, പതുക്കെ പോയാൽ മതി. അപ്പം ഞാനും കുറച്ച് കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഷോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്കൊരു വിഷമം ഉണ്ടായി. ടെമ്പിളിൽ പോയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ പിന്നെ അത് എടുക്കാൻ മറന്നും പോയി. പിന്നെ നെറ്റിയുള്ള ചന്ദനം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒന്ന് നടന്നപ്പോൾ ഞങ്ങൾക്ക് 4 ആക്കം വിശക്കാൻ തുടങ്ങി. പിന്നെ അവിടെയുള്ള KFCയിൽ അങ്ങ് കയറി കിട്ടിയത് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെയും പുറത്തിറങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, ഞങ്ങൾ ആണുങ്ങളെ അങ്ങ് വിട്ടിട്ട് ഞങ്ങൾ പെമ്പിള്ളേർ സെറ്റങ്ങ് കൂടും. അതാണല്ലോ പതിവ്. പിന്നെ പബ്ബിൽ പോയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മോക്ടെയിലെങ്കിലും കുടിക്കാണ്ട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാന്ന് ചോദിക്കരുത് കേട്ടോ. ശരിക്കും ഞങ്ങൾ പോകാൻ വിചാരിച്ചത് ഒരു ബോളിവുഡ് പബ്ബിലായിരുന്നു, പക്ഷെ അതും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ ഞാനും അവളും പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വെറുതെ വെക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളങ്ങ് കളിച്ചു തുടങ്ങി. പാട്ട് എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഡാൻസാണ് മുഖ്യം. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. എല്ലാവർക്കും ലീവുള്ളൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് അടിപൊളിയാക്കി.